Okay, so let's discuss the next question, that is fifth one. In Young's double slit experiment, the two slits are separated by 1 millimeter and the screen is placed 1 meter away. The fringe separation for blue and green light of wavelength 500 nanometer is blue and green light means blue green light. Okay, so that is the only thing you have to take. Fringe separation you have to calculate, means you have to calculate beta. Okay, so beta, beta is equal to direct equation is there, lambda divided by d, lambda d by d. So here it is given that lambda is equal to 500 nanometer. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇവിടെ ചിലത് ഒരു ഡിസ്റ്റൻസ് നാനോമീറ്ററിലാണ്, ഒരു ഡിസ്റ്റൻസ് മില്ലിമീറ്ററിലാണ്, മറ്റൊരു ഡിസ്റ്റൻസ് മീറ്ററിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാ യൂണിറ്റുകളും ഒരേ യൂണിറ്റിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഇപ്പം നമുക്ക് തൽക്കാലം മീറ്ററിലേക്ക് തന്നെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതാണ് ഇപ്പോൾ സേഫ്. അപ്പം മീറ്റർ, അപ്പോൾ ഞാനതിനെ 500 ഇൻറ്റു, നിങ്ങൾക്കറിയാം നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇൻറ്റു ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് 1 മീറ്റർ. യൂണിറ്റ് എഴുതണമെന്നില്ല, ഞാൻ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. D ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്ലിറ്റ്സ് എത്രയാണ്, അത് 1 millimeter ആണ്. സോ 1 millimeter എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ആണ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഇവിടെയെല്ലാം മീറ്റർ രണ്ടും ക്യാൻസൽ ആയി പോകുന്നു. അവസാനം നമുക്ക് കിട്ടുന്ന ഉത്തരം മീറ്ററിലായിരിക്കും. സോ നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10⁻³ എന്നുള്ളതിനെ 10⁻⁹ ചെയ്യുമ്പോൾ ഇവിടെ -6 വരും. ഇനി -6ൽ ഇവിടെ 2 പൂജ്യമുണ്ട് അല്ലേ, അത് എന്ന് പറഞ്ഞാൽ 10⁻² ആണ്. അപ്പം ഇത് രണ്ടുമായിട്ട് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇത് -4 വരും ബാക്കി. നമുക്ക് കിട്ടുന്ന ഉത്തരം അവസാനം എന്താണ്, 5 × 10⁻⁻4 മീറ്റർ എന്നാണ്. പക്ഷെ നമ്മളിവിടെ ഉത്തരത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം ബാക്കിയുള്ള ആൻസർ എല്ലാം 10, 20, 15 എന്നൊക്കെയാണ്. ഉത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ചെയ്ത വഴി ശരിയായതുകൊണ്ട് തന്നെ 0.5 millimeter അങ്ങനെ വരിക. 0.5 millimeterലേക്ക് മാറ്റണം. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻³ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 10⁻³ നമ്മൾ മാറ്റി വയ്ക്കുന്നു, അത് മാറ്റി വെച്ചു. ഇനി ഉത്തരം കിട്ടിയെങ്കിൽ പോലും നമുക്ക് ചെക്ക് ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക, 5 × -3 എടുത്തു കഴിഞ്ഞാൽ 10⁻⁻1 ഇവിടെ ബാക്കി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് 5 × 10⁻1 പറഞ്ഞാൽ ഒരു ഡെസിമൽ മാറ്റണം. അപ്പോൾ 0.5 എന്നായിട്ട് മാറി. ഈ 10⁻³ മീറ്ററിനെയാണ് നമ്മൾ മില്ലിമീറ്റർ എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ 0.5 millimeter എന്ന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓക്കെ, ദ ആൻസർ ഈസ് ബി. ഓക്കെ, ക്ലിയർ. സോ ഇവിടെയൊക്കെ യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ഈ ഒരു പ്രോബ്ലത്തിൽ വലിയ ചലഞ്ച് ഇല്ലായിരുന്നു, കാരണം എല്ലാ ഉത്തരങ്ങളും 0.5ൽ നിന്നും 5 വെച്ച് തുടങ്ങുന്ന ഉത്തരങ്ങളല്ലാത്തതുകൊണ്ട് കൺഫ്യൂഷൻസ് ഒഴിവായി കിട്ടും. ഓക്കെ, സോ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് ദ റേഷ്യോ ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റീസ്, നിങ്ങൾ നോക്കുക, ഈ ഒരു ടോപ്പിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ Imax/Imin ആണ് വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കത് ഐ എം ലീവിങ് ഇറ്റ് ഫോർ യു ടു ഡു. സോ Imax/Imin ചെയ്യേണ്ട മെത്തേഡ് നിങ്ങൾക്കറിയാം, അത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 36:1 ആണ്. അപ്പോൾ 36/1 ആണ്. ഇതിനെ നിങ്ങൾ A1 + A2/A1 - A2 ഹോൾ സ്ക്വയർ എഴുതുക. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ദെൻ ദ റേഷ്യോ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ 2 ഇൻ്റർഫിയറിംഗ് വേവ്സ്. എനിക്ക് 2 പ്രോബ്ലം സെയിം ടൈപ്പ് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യാൻ സമയമെടുക്കുന്നില്ല. സോ ചെക്ക് വെദർ യു ആർ ഗെറ്റിംഗ് A1/A2 = 7/5 എന്ന് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ദാറ്റ് ബി എ പ്രാക്ടീസ് ഫോർ യു ആസ് വെൽ. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താണെന്ന് നോക്കാം. ഇഫ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് പെർഫോംഡ് ഇൻ വാട്ടർ ഇൻസ്റ്റെഡ് ഓഫ് എയർ ദെൻ. ഓക്കെ, ഇതാണ് വളരെ എളുപ്പമുള്ള കാര്യം. നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് 2 ഡബിൾ സ്ലിറ്റ് സിസ്റ്റവും സ്ക്രീനും അടങ്ങിയ ആ സിസ്റ്റം എയറിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ബീറ്റ എന്ന് പറഞ്ഞൊരു ഫ്രിഞ്ച് വിഡ്ത്ത് കിട്ടുക. ബീറ്റ എന്ന് പറയുന്നത് λd/d ആണെന്ന് നിങ്ങൾക്കറിയാം. ചോദ്യം ഇതാണ്, എയറിൽ വെച്ച് നമ്മൾ ചെയ്ത ഈ എക്സ്പെരിമെൻറ്റിനെ യാതൊരു മാറ്റവും കൂടാതെ നേരിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്താൽ എന്ത് വ്യത്യാസമാണ് നമ്മൾ റിസൾട്ടിൽ കാണുക. അപ്പോൾ നമുക്ക് റിസൾട്ട് ഒന്ന് വായിച്ചു നോക്കാം. നോ ഫ്രിഞ്ചസ് വുഡ് ബി സീൻ. ഇവർ പറയുന്ന ഫ്രിഞ്ച് അപ്രത്യക്ഷമാവുന്നതാണ്. നമുക്കതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഇല്ല. മറ്റു നോക്കാം. ഫ്രിഞ്ച് വിഡ്ത്ത് വുഡ് ഡിക്രീസ്. ബീറ്റ, ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് ബീറ്റയാണ്. ബീറ്റ കുറയൂന്നാണ് ചോയ്സ് ബി പറയുന്നത്. ഫ്രിഞ്ച് വിഡ്ത്ത് വുഡ് ഇൻക്രീസ്. ബീറ്റ കൂടൂന്നാണ് രണ്ടാമത് പറയുന്നത്. ഫ്രിഞ്ച് വിഡ്ത്ത് റിമെയിൻ അൺചേഞ്ച്ഡ്, അതായത് β' = ബീറ്റ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇതിലുള്ള 3 സാധ്യതകൾ ഏതായാലും പരിശോധിക്കാം. എയെ പറ്റി നമുക്ക് കാര്യമായ ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടും അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ റിമൈനിങ് 3 ചോയ്സുകൾ ഒന്ന് പരിശോധിക്കുന്നു. അപ്പോൾ നമുക്ക് ബീറ്റ എന്ന ഇക്വേഷൻ λd/d ആണ്. ഇതിൽ ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയിലും ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല, കാരണം അറേഞ്ച്മെൻറ്റ് അതേപടി എടുത്തിട്ട് വെള്ളത്തിലേക്ക് കൊണ്ടുപോയി താഴ്ത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാംഡയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ബീറ്റയിൽ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അല്ലേ. ഇനി ലാംഡയിൽ വ്യത്യാസം ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ട്? റേ ഒപ്റ്റിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ലാംഡ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് എയറിൽ നിന്നും
n വേവ് ലെങ്ത് n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ അല്ല മ്യൂ റിഫ്രാക്റ്റീവ്നെസ് ഉള്ള മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ വേവ് ലെങ്ത് മാറുമെന്ന് ലാംഡ ഡാഷ് വിൽ ബിക്കം ലാംഡ ബൈ n ആവുമെന്നും വെലോസിറ്റി v വിൽ ബിക്കം c ബൈ n ആവുമെന്നും എന്നാൽ ഫ്രീക്വൻസി ന്യൂ ഡാഷ് വിൽ ബി ഈക്വൽ ടു ന്യൂ എന്ന് തന്നെ നിലനിൽക്കുമെന്നും ഫ്രീക്വൻസിയിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം റേ ഒപ്റ്റിക്സ് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതേ ടോപ്പിക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടതാണ് വേവ് ലെങ്ത്തിന് എന്ത് സംഭവിക്കും. വെള്ളത്തിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് എന്ത് ചെയ്യും, ലാംഡ എയർ ഡിവൈഡഡ് ബൈ n ആയി മാറും. നിങ്ങൾക്കറിയാം വെള്ളത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.33 ആണ്. Okay, so what will be lambda dash? Lambda dash will be equal to lambda by 1.33 now. അതായത് എന്താണ്, ലാംഡ ഡാഷ് വിൽ ഡിക്രീസ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യം വളരെ വ്യക്തമാണ്, സുവ്യക്തമാണ്. എന്താണ്, ബീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡയാണ്. അങ്ങനെയെങ്കിൽ ബീറ്റ ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ ഡാഷ് ആയിരിക്കണ്ടേ. അല്ലെങ്കിൽ ലാംഡയ്ക്ക് എന്താണോ പറ്റുക അതേ കാര്യം ബീറ്റയിലും റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റിയുടെ മീനിങ്. അതിൻ്റെ അർത്ഥം എന്താണ്, ലാംഡ കുറയുന്നത് കൊണ്ട്, so since lambda dash decreases, beta dash also should what, decrease. So your answer is straightforward, fringe width would decrease, fringe width കുറയും. Okay, sorry. So we'll go to the 8th question. In Young's double slit experiment, നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഇന്റർഫറൻസുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയി വരുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ലിറ്റ്സ് ഈസ് ഹാഫ്ഡ്. ഓക്കെ, അതായത് സ്മോൾ ഡി എന്ന് പറയുന്നത് ഞാനിങ്ങനെ എഴുതുവാണ്, ഡി ഡാഷ് ഈക്വൽ ടു ഡി ബൈ 2. സ്ലിറ്റുകളുടെ ഇടയ്ക്കുള്ള ദൂരം സ്മോൾ ഡി ആണ്. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് സ്ലിറ്റ്, ഡബിൾ സ്ലിറ്റ് സിസ്റ്റം ആയിട്ടുള്ള ദൂരം ഇത് ക്യാപിറ്റൽ ഡി ആണ്. അത് ഇറ്റ് ഇസ് മെയ്ഡ് 3 times. അതിൻ്റെ അർത്ഥം ക്യാപിറ്റൽ ഡി ഡാഷ് ഈസ് ഈക്വൽ ടു 3 times ക്യാപിറ്റൽ ഡി എന്നാണ്. വിഡ്ത്ത് ഓഫ് ദ ഫ്രിഞ്ചിന് എന്താണ് പറ്റുക എന്ന ചോദ്യം, അത് ബീറ്റയ്ക്ക് എന്താണ് പറ്റുക എന്നാണ് ചോദ്യം. ബീറ്റയ്ക്ക് എപ്പോഴും ഇക്വേഷൻ എഴുതാം, ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ആണെന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെയെങ്കിൽ ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബീറ്റ ഡാഷ് ഈക്വൽ ലാംഡയിൽ മാറ്റമൊന്നുമില്ല, ഡി ഡാഷ് എന്ന് കൊടുക്കണം. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ 3 into ഒറിജിനൽ ഡി ആണ്, ഡിവൈഡഡ് ബൈ സ്മോൾ ഡിക്ക് വരാൻ സ്മോൾ ഡി ഡാഷ് കൊടുക്കണം, അത് ഡി ബൈ 2 ആണ്. ഓക്കെ, ഇവിടെ എന്താ പറ്റുക നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയാം. ഈ 2ന് നേരെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്, ഈ 2 നേരെ ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോൾ 3 into 2 എന്ന് പറഞ്ഞാൽ 6 ആവും. 6 into ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി എന്നായി മാറും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഡി ബൈ ഇതെന്ന് പറയുന്നത് ബീറ്റയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ബീറ്റ, ഒറിജിനൽ ബീറ്റയാണ്. സോ ഇറ്റ് ബിക്കംസ് വാട്ട്, 6 times എന്ന് പറയുന്ന ഉത്തരം സിയിലേക്ക് എത്തുന്നു. സോ യു ക്യാൻ സീ ദാറ്റ് ഹൗ സിമ്പിൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ, പ്രൊവൈഡഡ് യു നോ ദ റെലവൻറ്റ് equation and the method how to tackle it. Okay, so let's practice it. Next, question number 9. In a certain double slit experiment arrangement, interference fringes of width 1 millimeter are observed when light of wavelength 500 angstrom is used. അപ്പോൾ നമുക്ക് അതിനെ നൊട്ടേഷൻ ആക്കി മാറ്റാം. ബീറ്റ ഈസ് ഈക്വൽ ടു 1 millimeter when എന്താണ്, ലാംഡ ഈസ് ഈക്വൽ ടു, ഇങ്ങനെ എഴുതുന്നുണ്ട്, ലാംഡ ഈക്വൽ ടു 5000 angstrom. കണ്ടീഷണൽ പ്രോബ്ലം ആണ് ഇതെല്ലാം. ഓക്കെ, now keeping the setup unaltered, അതായത് സ്മോൾ ഡിയും ക്യാപിറ്റൽ ഡിയും മാറ്റാതെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ സോഴ്സ് ഓഫ് വേവ് ലെങ്ത് 6000 angstrom, ഒരേ ഒരു വ്യത്യാസമുള്ളൂ, ഇതുവരെയുള്ള പ്രോബ്ലങ്ങളിലൊക്കെ നമ്മൾ ക്യാപിറ്റൽ ഡി അഥവാ സ്മോൾ ഡി ആണ് വെച്ചുകൊണ്ടിരുന്നത്, ഇവിടെ നമ്മൾ എന്ത് മാറ്റിക്കൊണ്ടിരുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവ മാറാതെ വെച്ചുകൊണ്ട് വേവ് ലെങ്ത് മാറ്റുന്നു. അപ്പോൾ വേവ് ലെങ്ത് ലാംഡ ഡാഷ്, പുതിയ വേവ് ലെങ്ത് നമുക്ക് ഡാഷ് എന്ന് വിളിക്കാം, 6000 angstrom ആയിട്ട് മാറ്റി. പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് എന്തായിരിക്കും എന്ന ചോദ്യം, വാട്ട് ഈസ് ബീറ്റ ഡാഷ്. ഇതൊക്കെ കണ്ടീഷണൽ പ്രോബ്ലംസ് ആണ്, ഇവിടെയൊക്കെ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ നമുക്ക് ബീറ്റയുടെ ഇക്വേഷനിലേക്കാണ് വീണ്ടും പോകുന്നത്. ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ സ്മോൾ ഡി ആണ്. ഇവിടെ സ്മോൾ ഡിയും ക്യാപിറ്റൽ ഡിയും ഓക്കെ മാറാതിരിക്കുന്നത് കൊണ്ട് അവയെ കോൺസ്റ്റന്റ് ആയിട്ട് പരിഗണിക്കാം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഇവിടെ എന്താണ്, ബീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ബീറ്റ പ്രൊപ്പോർഷണൽ ടു ലാംഡ ആണെങ്കിൽ ബീറ്റ ബൈ ബീറ്റ ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാംഡ ബൈ ലാംഡ ഡാഷ് ആയിരിക്കണം അല്ലേ. സോ ലാംഡ ബൈ ലാംഡ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, 5000 angstrom ഡിവൈഡ് ബൈ 6000 angstrom. ആങ്സ്ട്രോം രണ്ടും ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പോൾ 5/6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ, പുതിയ ബീറ്റ എന്നാണ്. therefore ബീറ്റ ഡാഷ് വിൽ ബി ഈക്വൽ ടു എന്താണ്, ബീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ ബീറ്റ ഡാഷ് ആണ്. അപ്പോൾ ബീറ്റ ഡാഷ് ബൈ ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, therefore ഞാനൊന്ന് എഴുതുവാണ്, വേണമെന്നില്ല നിർബന്ധം. ബീറ്റ ഡാഷ് ബൈ ബീറ്റ എന്ന് പറയുന്നത് 6/5 ആയിരിക്കും അല്ലേ. ബീറ്റ ഡാഷ് ബൈ ബീറ്റ 6/5 ആയിരിക്കും, മറ്റത് 5/6 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ബീറ്റ ഡാഷ് വിൽ ബി ഈക്വൽ ടു 6/5 അല്ലേ. 6/5 ഇൻറ്റു ബീറ്റയാണ്. ഇനി 6/5 നമ്മൾ ഇവിടേക്ക് നോക്കുമ്പോൾ എല്ലാ ഉത്തരം ന്യൂമറിക്കൽ ഫിഗേഴ്സ് ആണ്. അപ്പോൾ 6/5 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 6/5 എത്രയാണെന്ന് നമുക്കറിയാം. 6ൽ 5 ഒരു തവണ പോയി, ബാക്കി എത്രയാണ്, 1, 10ൽ 5 2 തവണ പോകും. അപ്പം 1.2 ബീറ്റ എന്ന് കിട്ടും. ബീറ്റ 1 millimeter തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവിടെ 1.2 into 1 എന്ന് പറഞ്ഞാൽ 1.2 millimeter എന്ന ഉത്തരം നേരിട്ട് കിട്ടും. അപ്പോൾ 1.2 millimeter എന്നുള്ളത് സി എന്നുള്ള ഉത്തരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ, കറക്റ്റ്. സോ ഞാൻ ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 10. യങ്സ് എക്സ്പെരിമെൻറ്റ് നോക്കാമല്ലോ.
Yes, again, one of the slit is covered with a transparent sheet of thickness 3.6 into 10⁻³ centimeter. Yes. അപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക്കാണ് അല്ലേ, എന്താണ് രണ്ട് S1 ൽ നിന്ന് S2 ൽ നിന്നും പോകുന്ന വേവുകൾ, രണ്ട് വേവുകളുടെ ഏതെങ്കിലും ഒരു വേവിൻ്റെ പാതയിൽ നമ്മൾ ഒരു ട്രാൻസ്പെയറൻറ്റ് ഷീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഫ്രിഞ്ച് സിസ്റ്റം മുഴുവനായി ഷിഫ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞിരുന്നു, പാർട്ട് 1 പറഞ്ഞിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ ടോപ്പിക്ക്. അപ്പോൾ ട്രാൻസ്പെയറൻറ്റ് ഷീറ്റിൻ്റെ തിക്നെസ് T ആണ്. T ഈസ് ഈക്വൽ ടു 3.6 ഇൻറ്റു 10⁻³ സെൻറ്റിമീറ്റർ. അത് വളരെ ചെറിയ തിക്നെസ്, വളരെ നേർത്ത ഒരു ഗ്ലാസ് സ്ലാബാണ് വെക്കുന്നത്. ഡ്യൂ ടു വിച്ച് ദ പൊസിഷൻ ഓഫ് സെൻട്രൽ ഫ്രിഞ്ച് ഷിഫ്റ്റ്സ് ടു എ പൊസിഷൻ ഒറിജിനലി ഓക്യുപ്പൈഡ് ബൈ 30th ബ്രൈറ്റ് ഫ്രിഞ്ച്. 30ാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ച് നേരത്തെ ഓക്യുപ്പൈ ചെയ്ത സ്ഥാനത്തേക്കാണ് ഇപ്പോൾ എന്താണ് സെൻട്രൽ മാക്സിമം ഷിഫ്റ്റ് ആവുന്നത് അല്ലേ. അതായത് നമുക്കിവിടെ പറയാം എന്താണ്, സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് 30ാമത്തെ ഫ്രിഞ്ചിലേക്കുള്ള ദൂരം ഫ്രിഞ്ച് ഷിഫ്റ്റ് Δx എന്ന് പറയുന്നത് 30 ബീറ്റയാണ്. 30 ബീറ്റ നമുക്ക് എടുക്കാം ഫ്രിഞ്ച് ഷിഫ്റ്റ്. മനസ്സിലായി വരുന്നു അല്ലേ. സെൻട്രൽ ഫ്രിഞ്ചിൻ്റെ സ്ഥാനത്ത് നിന്നും എന്ത് ചെയ്യുന്നു, 30ാമത്തെ ബ്രൈറ്റ് വരെയുള്ള സ്ഥാനം, ഇത് 30th ബ്രൈറ്റ് ആണെന്ന് കരുതുക, വളരെ ദൂരത്തിലാണ് 30th ബ്രൈറ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ദൂരം എന്ന് പറഞ്ഞാൽ 30 ടൈംസ് ബീറ്റയാണ്, ഫ്രിഞ്ച് വിട്ടാണ്. എങ്ങനെ കിട്ടിയത് നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടാവും, എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ദ nth bright fringe from what central maximum was obtained as n beta, where n ന്റെ വാല്യൂ 1 2 0 1 2 3 4 എന്ന് പറഞ്ഞു. 0 സെൻട്രൽ മാക്സിമത്തിലാണ്. അപ്പോൾ സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് 30ാമത്തിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാൻ n = 30 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 30 ബീറ്റ, അപ്പം ഇവിടേക്കുള്ള ദൂരം 30 ബീറ്റയാണെന്ന് കണ്ടു. അപ്പം അവിടേക്കാണ് സെൻട്രൽ ഫ്രിഞ്ചിൻ്റെ സ്ഥാനം മാറിയത്. അപ്പോൾ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 30 ബീറ്റയാണ് എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇത് നോക്കുക, അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഷീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാംഡ തന്നിട്ടുണ്ട്. സോ ലാംഡ ഈസ് ഗിവൺ ടു ബി ഈക്വൽ ടു 6000 ആങ്സ്ട്രോം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് മ്യൂ അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് n എന്ന് പറയാം. അപ്പോൾ ഞാൻ തന്ന ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ദ ഷിഫ്റ്റ് ഓഫ് ഫ്രിഞ്ചസ് Δx ഈസ് ഈക്വൽ ടു, രണ്ട് ഇക്വേഷൻ പറഞ്ഞിരുന്നു, ഒന്ന് ബീറ്റ ലാംഡ ബീറ്റ ബൈ ലാംഡ ഇൻറ്റു മ്യൂ -1 അല്ലെ n-1 ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ Δx പകരം 30 ബീറ്റ എന്ന് കൊടുക്കുക. ഇവിടെ ബീറ്റ തന്നെയാണ്. ബൈ ലാംഡ എത്രയാണ് നമുക്ക് കൊടുക്കാം, ഫൈനലി വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻറ്റു മ്യൂ -1 ഇൻറ്റു ടി ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ബീറ്റ ക്യാൻസൽ ആയി പോകുന്നു. നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. n അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അല്ല മ്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മ്യൂ -1 നമുക്ക് എങ്ങനെ എടുക്കാം, മ്യൂ -1 എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ 30 ഇൻറ്റു ലാംഡ ഡിവൈഡ് ബൈ ടി എന്ന് കിട്ടും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 30 ഇൻറ്റു ലാംഡ എത്രയാണ് തന്നിരിക്കുന്നത്, 6000. എല്ലാത്തിനും നമുക്ക് മീറ്ററിലേക്ക് മാറ്റാം, SI യൂണിറ്റിലേക്ക് മാറ്റാം. 6000 ഇൻറ്റു 10⁻10 ആണ് വരിക. ആങ്സ്ട്രോം 10 ആണ്, നാനോമീറ്റർ -9 ആണ്. ഡിവൈഡ് ബൈ ടി, തിക്നെസ് 3.6 ഇൻറ്റു 10⁻³ സെൻറ്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് മാറ്റും, വീണ്ടും ഒരു 10⁻². നിങ്ങൾ ഇതെല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മ്യൂ -1 0.5 കിട്ടുകയാണെങ്കിൽ മ്യൂ എത്രയായിരിക്കും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 + 0.5 ദാറ്റ് ഈസ് 1.5. സോ ദ ആൻസർ ഈസ് 1.5. അപ്പോൾ ഇവിടെ 1.5 എന്ന് പറയുന്ന ആൻസർ ഇവിടെ ഉണ്ട് താനും എ. സോ ദാറ്റ് ഈസ് എ ചോയ്സ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം. ഇത് വളരെ എളുപ്പമുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾ കോൺസെപ്റ്റുകളൊന്നും ഉപയോഗിച്ചാൽ മതി. പ്രാക്ടീസ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഇക്വേഷൻസ് ഏതായാലും അറിഞ്ഞിരിക്കുക. അതിൻ്റെ സിമ്പിൾ എന്താണ് ഉദ്ദേശിക്കുന്നതും കൂടെ അറിയുകയാണെങ്കിൽ ഇത്തരം പ്രോബ്ലങ്ങളൊക്കെ ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ് സാധാരണ വരാറുള്ളത്. സോ ബി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഫൈൻ. So we'll go to the 11th question. 11ാമത്തെ ചോദ്യം ഇതാണ്. എ പാരലൽ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5000 ആങ്സ്ട്രോം. സോ ഞാൻ ഓൾറെഡി എഴുതുകയാണ് 5000 ആങ്സ്ട്രോം. ഓക്കെ, വേഗം നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ സിമ്പിളായി. ഈസ് ഇൻസിഡന്റ് നോർമലി ഓൺ എ സിംഗിൾ നാരോ സ്ലിറ്റ്. സിംഗിൾ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കണം, ഇത് ഡിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഡബിൾ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ യങ്സ് എക്സ്പെരിമെൻ്റ് ആണ്, ഇൻ്റർഫറൻസ് ആണ്. ഓഫ് വിഡ്ത്ത് 0.001 മില്ലിമീറ്റർ. സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ എ എന്നുള്ളതാണ് വിഡ്ത്തിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിച്ചത്. 0.01 മില്ലിമീറ്റർ ആണെന്ന് ഓർക്കുക. ഓക്കെ, ഒന്ന് ആങ്സ്ട്രോം മില്ലിമീറ്റർ കൺവേർട്ട് ചെയ്യണം. ലൈറ്റ് ഈസ് ഫോക്കസ്ഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഓൺ എ സ്ക്രീൻ പ്ലേസ്ഡ് ഓൺ ദ ഫോക്കൽ പ്ലെയിൻ. അത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഭാഗമാണ്. ഫസ്റ്റ് മിനിമ വിൽ ബി ഫോംഡ് ഫോർ ദ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഈക്വൽ ടു. അപ്പോൾ ഫസ്റ്റ് മിനിമയുടെ കണ്ടീഷൻ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഡിഫ്രാക്ഷനിലെ മിനിമയുടെ കണ്ടീഷൻ എന്താണ്, എ സൈൻ തീറ്റ n ഈക്വൽ ടു n ലാംഡ. ഇവിടെ n-ന്റെ വാല്യൂ 1 2 3 4. n-ന്റെ വാല്യൂ അടക്കം പഠിച്ചോണം. n 1 ആകുമ്പോഴാണ് ഫസ്റ്റ് മിനിമ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. എ സൈൻ തീറ്റ 1 ഈസ് ഈക്വൽ ടു n 1 ആകുമ്പോൾ ലാംഡ. നമുക്ക് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ, ഇവിടെ തീറ്റ 1-നെയാണ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ വിളിക്കുക. അപ്പോൾ എന്താണ്, സൈൻ തീറ്റ 1 ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എ. അത് കണ്ടുപിടിച്ചൂടെ, എന്താണ് ലാംഡ 5000 ഇൻറ്റു മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്, -10 ഡിവൈഡഡ് ബൈ
എ എന്ന് പറയുന്നത് എത്രയാണ് 0.001 ഇൻറ്റു 10⁻³ 2 മീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ വരിക ഇത് 3 0 പോയി, ഇപ്പോൾ ഇവിടെ -7 ആയിട്ട് മാറും അല്ലേ. ഇവിടെ ഇത് ഓൾറെഡി -3 ഉണ്ട്, ഇവിടെ -3 ഉണ്ട്, -6 ഉണ്ട്. ഇപ്പോൾ ഇവിടെ താഴെ -6, മുകളിൽ -7. അപ്പം ആകെ വരും എന്താണ്, ഇതെല്ലാം കൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്നതേ ഉള്ളൂ. 5 × 10⁻⁻1 എന്നാണ് വരിക. 5 × 10⁻⁻1 എന്ന് പറഞ്ഞാൽ 0.5 ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി sin θ1 = 0.5 ആണെങ്കിൽ therefore θ1 = sin ഇൻവേഴ്സ് ഓഫ്, ഇങ്ങനെയാണ് മാത്തമാറ്റിക്കലി ചെയ്യേണ്ടത്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് റേഷ്യോ വെച്ചിട്ട്. ഓക്കെ, 0.5. അല്ലാതെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ 0.5 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. സൈൻ തീറ്റ ഹാഫ് ആവുന്ന തീറ്റയുടെ ഏത് വാല്യൂവിനാണ്? തീറ്റ = എന്താ കിട്ടുക? 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ തീറ്റ 30 ഡിഗ്രി എന്നുള്ള ഉത്തരം സി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് സൈൻ തീറ്റ = തീറ്റ എന്ന് എടുക്കാൻ പാടില്ല, കാരണം തീറ്റ വളരെ വലുതാണ്. അപ്പോൾ സൈൻ തീറ്റ = തീറ്റ എന്നുള്ള അസംഷനിലേക്ക് പോകരുത്, സൈൻ വെച്ച് തന്നെ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 11. നൗ ക്വസ്റ്റ്യൻ നമ്പർ 12. ആംഗുലർ വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമ. അവിടെ നോക്കുക, ഞാൻ ആംഗുലർ വിഡ്ത്തിനെ പറ്റിയും ലീനിയർ വിഡ്ത്തിനെ പറ്റിയും ഡിഫ്രാക്ഷനിൽ പറഞ്ഞിരുന്നു. Of the diffraction pattern of in a single slit of width A with lambda as the wavelength of light. This is a direct question. എന്താണ് ആംഗുലർ വിഡ്ത്ത് എന്നുള്ളതിന് ചോദ്യമാണ്. ആംഗുലർ വിഡ്ത്ത് നിങ്ങൾ ഓർമ്മയുണ്ടാവുന്ന കരുതുന്നു. ഞാൻ വീണ്ടും ആ ചിത്രം ഒന്നും ഇവിടെ വരയ്ക്കുകയാണ്. ഇത് എ എന്ന് പറയുന്ന വിഡ്ത്തുള്ള സ്ലിറ്റാണ്. ഇതിലേക്ക് ലൈറ്റ് വന്ന് ഡിഫ്രാക്ട് ചെയ്യുന്നു. സ്ക്രീൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു, സ്ക്രീനിൽ നമുക്ക് O എന്ന് പറയുന്നത് സെൻട്രൽ മാക്സിമത്തിൻ്റെ സെൻറ്ററാണ്. ഇങ്ങനെയാണ് നമുക്ക് പാറ്റേൺ ഉണ്ടാവുക. 2 സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ഈ ആംഗിൾ രണ്ട് സൈഡിലേക്ക് എടുക്കുകയാണ്. ഇത് സെൻറ്ററിലേക്കുള്ള ദൂരമാണ്. ഇത് ഫസ്റ്റ് മിനിമം ആണ്, ഇതും ഫസ്റ്റ് മിനിമം ഉണ്ട് അതർ സൈഡാണ്. ഈ ആംഗിളാണ് നമ്മൾ നേരത്തെ θ1 എന്ന് കണ്ടുപിടിച്ചത്. നമ്മൾ കണ്ടിരുന്നു sin θ1 = എന്താ കിട്ടിയത്? λ/a എന്ന് കിട്ടി അല്ലേ. അപ്പോൾ θ1 ചെറുതാണെങ്കിൽ നമുക്കിതിനെ ജസ്റ്റ് θ1 എന്ന് തന്നെ വിളിക്കാം അല്ലേ. sin θ ഈസ് അപ്രോക്സിമേറ്റ് θ. അപ്പോൾ θ1 = λ/a. അപ്പോൾ ഈ ടോട്ടൽ ആംഗിളിനെയാണ് സെൻട്രൽ മാക്സിമം ഇവിടെ ഉണ്ടാക്കുന്ന സ്ലിറ്റിൻ്റെ നടുക്കുണ്ടാക്കുന്ന ടോട്ടൽ ആംഗിളിനെയാണ് ആംഗുലർ വിഡ്ത്ത് എന്ന് വിളിക്കുക. അപ്പോൾ അത് 2 θ1 ആയിരിക്കും. θ1 മുകളിലേക്കും θ1 താഴേക്കും. അപ്പോൾ ആംഗുലർ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു എപ്പോഴും ഓർക്കേണ്ടത് 2 ടൈംസ് θ1 ആണെന്ന് ഓർത്തിരുന്നാലും മതി. അപ്പോൾ 2 ടൈംസ് എന്താണ്? λ/a. സോ ഇതാണ് ഉത്തരം. ഇവിടെ വളരെ എളുപ്പമായിട്ടുണ്ട് ആൻസർ സി. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യുന്ന ചോദ്യമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 λ/a ആണ്. ഇതിൽ ലീനിയർ വിഡ്ത്ത് ചോദിച്ചാലോ? ലീനിയർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ദൂരം എത്രയാണെന്ന് ചോദിക്കുന്നത്. സ്ക്രീനിൽ എത്ര ദൂരത്തിലാണ് എന്താണ് നമ്മുടെ ഈ സെൻട്രൽ മാക്സിമം കാണപ്പെടുക എന്നുള്ള. ലീനിയർ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, സ്ക്രീനിലേക്കുള്ള ദൂരം d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ലീനിയർ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു എപ്പോഴും ഓർക്കുക ആംഗുലർ വിഡ്ത്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ടു ദ സ്ക്രീൻ. സോ ദാറ്റ് വിൽ ഈക്വൽ ടു 2 λ/d/a എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടെ അറിഞ്ഞിരിക്കുക. 12th. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 13. എ സിംഗിൾ സ്ലിറ്റ് ഫ്രണ്ടോഫർ ഡിഫ്രാക്ഷൻ. നിങ്ങൾ ഈ പേരൊന്നും കേട്ട് പേടിക്കേണ്ട, അറിയാം അല്ലേ. ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള ഡിഫ്രാക്ഷൻ ഉണ്ടെന്ന്. ഫ്രണൽ ഡിഫ്രാക്ഷൻ ആണ്, മറ്റൊന്ന് ഫ്രണ്ടോഫർ ഡിഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ എ സിംഗിൾ സ്ലിറ്റ് ഫ്രണ്ടോഫർ, നിങ്ങൾ പഠിക്കുന്ന ഫ്രണ്ടോഫർ ഡിഫ്രാക്ഷൻ ആണ് നിങ്ങൾ തിയറിയിൽ പഠിച്ചത്. ഓക്കെ, ഈസ് പെർഫോംഡ് വിത്ത് വൈറ്റ് ലൈറ്റ്. വൈറ്റ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്രണ്ടോഫർ ഡിഫ്രാക്ഷൻ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ വൈറ്റ് ലൈറ്റിൽ എല്ലാ കളേഴ്സും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. സോ മൾട്ടിപ്പിൾ വേവ് ലെങ്സ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഓരോ കളറും അവരുടെ മാക്സിമം മിനിമം ഉണ്ടാക്കും. അപ്പം ബ്ലൂ അതിൻ്റെ മാക്സിമം മിനിമം ഉണ്ടാക്കും, വയലറ്റ് അതിൻ്റെ മാക്സിമം മിനിമം ഉണ്ടാക്കും, റെഡ് അതിൻ്റെ മാക്സിമം മിനിമം പാറ്റേൺ ഉണ്ടാക്കും. അപ്പോൾ എന്താ സ്ക്രീനിൽ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ എല്ലാ ഡിഫ്രാക്ഷൻ പാറ്റേണുകളും കൂടെ കൂടിക്കലരും. ഓക്കെ, റെഡിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേണും ബ്ലൂവിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേണും എല്ലാം കൂടിക്കലരും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരുടെ ഓരോരുത്തരുടെയും മാക്സിമം മിനിമയുടെ പൊസിഷൻ എന്ന് പറയുന്നത് അവരുടെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ സ്ക്രീനിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്, ഫോർ എക്സാമ്പിൾ റെഡിൻ്റെത് ഇങ്ങനെ കിട്ടിയെന്ന് കരുതുക. ഓക്കെ, വേറൊരു കളറിൻ്റെത്, ബ്ലൂവിൻ്റെത് നമുക്ക് വേറൊരു രീതിയിൽ കിട്ടും, ഗ്രീനിൻ്റെ വേറൊരു രീതിയിൽ കിട്ടും. സോ യു വിൽ ബി ഗെറ്റിംഗ് ഡിഫറെൻറ്റ് പാറ്റേൺസ്. ഇങ്ങനെയുള്ള പല പാറ്റേൺസാണ് വരിക. കാരണം ഇതിൻ്റെ സെൻട്രൽ മാക്സിമത്തിൻ്റെ ഒക്കെ വിഡ്ത്ത് എല്ലാം വേറെ ആയിരിക്കും. ഇങ്ങനെയുള്ള പാറ്റേൺ കിട്ടും. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുക? ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു ബ്രൈറ്റ് വേറൊന്നിന് ഡാർക്കുമായിട്ട് കോയിൻസൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ സമയം കുറച്ച് പറയുന്നേ ഉള്ളൂ. കൃത്യമായിട്ട് ഈ പ്രോബ്ലംസ് നിങ്ങൾ ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ചോദ്യം എന്താണെന്ന് മനസ്സിലാവുക. ഇങ്ങനെ കൂടിക്കലറാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ വാട്ട് വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ് ദ തേർഡ് സെക്കൻഡറി മാക്സിമ ഇൻ ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ കോയിൻസൈഡ്സ് വിത്ത് ദ സെക്കൻഡ് സെക്കൻഡറി മാക്സിമ ഇൻ ദ പാറ്റേൺ ഫോർ റെഡ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 6500 ആങ്സ്ട്രം. 6500 ആങ്സ്ട്രം വേവ് ലെങ്ത് ഉള്ള റെഡ് ലൈറ്റിൻ്റെ അല്ലേ രണ്ടാമത്തെ സെക്കൻഡറി മാക്സിമയുമായിട്ട് ഏത് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിൻ്റെ മൂന്നാമത്തെ സെക്കൻഡറി മാക്സിമം ആണ് ഒരുമിച്ച് വരിക എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്, നിങ്ങൾ ഓർത്ത് നോക്കുക. ഇവിടെയുള്ള മെത്തേഡ് ഇതാണ്. നിങ്ങൾക്ക് സെക്കൻഡറി മാക്സിമയുടെ ഇക്വേഷൻ അറിയണം. നമ്മൾ സെക്കൻഡറി മാക്സിമയുടെ ഇക്വേഷൻ ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ഓർത്തിരിക്കണം. θn ഈസ് ഗിവൺ ബൈ
2n plus 1 പല രീതി ചെയ്യാം. ഇതാണ് ഒരു മെത്തേഡ്, എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്. ലാംഡ ബൈ 2a ഇതാണ് സെക്കൻഡറി മാക്സിമയുടെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. തീറ്റ n ഈക്വൽ ടു 2n plus 1 ലാംഡ ബൈ 2a എന്നുള്ള ഇക്വേഷൻ കൊടുത്തിരിക്കുക. ഇവിടെ എന്നിൻ്റെ വാല്യൂ 1 2 3. നമ്മൾ മിനിമയുടെ വാല്യൂ കണ്ടുപിടിച്ചു എന്താണ്, എ സൈൻ തീറ്റ എൻ ഈസ് ഈക്വൽ ടു എൻ ലാംഡ എന്നുള്ളതാണ് മിനിമ. അതിൽ നിന്നാണ് നമുക്ക് തീറ്റ എൻ ചെറുതാണെങ്കിൽ തീറ്റ എൻ ഈസ് ഈക്വൽ ടു എൻ ലാംഡ ബൈ എ എന്ന് കിട്ടിയിരുന്നു. ഇത് മിനിമയാണ് കേട്ടോ. ഇത് സെക്കൻഡറി മാക്സിമയുടെ കറസ്പോണ്ടിങ് ഇക്വേഷനാണ്. ഓക്കെ, ഈ ഇക്വേഷൻ സെക്കൻഡറി മാക്സിമയുടെ. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഇവിടെ ഏതോ ഒരു തീറ്റ എന്ന് ഏതോ ഒരു വേറൊരു തീറ്റ എന്നിൻ്റെ ഇതുമായിട്ട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കണം. സോ രണ്ടിൻ്റെയും പൊസിഷൻ, രണ്ട് ആംഗിളും തുല്യമാകുമ്പോഴാണ് ഇത് നമുക്ക് കോൺസൈഡ് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്നത് തീറ്റ 3 ഈസ് ഈക്വൽ ടു തീറ്റ 2 എന്നാണ്. തീറ്റ 3 ഈക്വൽ ടു തീറ്റ 2 അല്ലേ? അപ്പോൾ അത് ഏത് വേവ്ലെങ്തിലാണെങ്കിലും സംഭവിക്കാമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീറ്റ 3 എന്നുള്ളത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 2 ഇൻറ്റു 2n plus 1 എന്നല്ലേ, 3 എന്ന് പറയുന്നത് എന്താ, 3. 2 ഇൻറ്റു 3 plus 1 ഇൻറ്റു ആ വേവ്ലെങ്തിന് നമുക്ക് ലാംഡ 1 എന്ന് വിളിക്കാം, ഡിവൈഡഡ് ബൈ 2a ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു n ഈക്വൽ 2 എന്ന് കൊടുക്കുക തീറ്റ 2ന്. അപ്പോൾ 2 ഇൻറ്റു 2 plus 1 ഇൻറ്റു ലാംഡ 2 സെക്കൻഡ് വേവ്ലെങ്ത് ഡിവൈഡഡ് ബൈ എന്താണ് 2a. കാരണം ഒരേ സ്ലിറ്റ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 2a ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇത് 2 ഇൻറ്റു 3 6, 6 plus 1 7. 7 ലാംഡ 1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 4 plus 1 5. 5 ലാംഡ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ലാംഡ 2 തന്നിട്ടുണ്ട്. ലാംഡ 2 എന്ന് പറയുന്നത് 6500 ആങ്സ്ട്രോം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലാംഡ 1 കണ്ടുപിടിക്കണം. സോ ലാംഡ 1 ഈക്വൽ ടു 5/7 ഇൻറ്റു ലാംഡ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/7 ഇൻറ്റു 6500 ആങ്സ്ട്രോം. ഉത്തരം എല്ലാ ആങ്സ്ട്രത്തിലായതുകൊണ്ട് കൺവേർഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ കിട്ടുക, ചെയ്ത് നോക്കുമ്പോൾ 4642.8 ആങ്സ്ട്രോം എന്ന് ഉത്തരം കിട്ടും. സോ ദാറ്റ് ഈസ് ക്ലിയർലി ഗിവൺ ഹിയർ ആസ് സച്ച്. സോ ദാറ്റ് ചോയ്സ് ഈസ് വാട്ട്, സി. ക്ലിയർ ആണെന്ന് കരുതുന്നു. പ്ലീസ് തിങ്ക് ഓൺ ഇറ്റ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 14. നമ്മളിപ്പോൾ ഏകദേശം ഡിഫ്രാക്ഷൻ ഇൻ്റർഫറൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇനി പോളറൈസേഷൻ എന്ന് പറഞ്ഞ ഫിനോമിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ബ്രൂസ്റ്റർ ആംഗിളിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. തീറ്റ പി ആംഗിൾ ഓഫ് പോളറൈസേഷൻ അല്ലെങ്കിൽ ബ്രൂസ്റ്റർ ആംഗിൾ തീറ്റ ബി എന്ന് വിളിക്കാറുണ്ട്. ഇത് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം ഓർത്തെടുക്കുക. ഫോർ ഗ്ലാസ് എയർ ഇൻ്റർഫേസ് ഈസ് 54.74 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം, തീറ്റ പി ഈസ് ഈക്വൽ ടു 54.74 ഡിഗ്രി. If a ray of light going from air to glass strikes an angle of incidence 45 degree, അപ്പം angle of incidence I is equal to എന്താണ്, 45 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. Then the angle of refraction is, അങ്ങനെയാണെങ്കിൽ R എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഒരു ഡേറ്റ തന്നിട്ടുണ്ട്, tan of 40, ഓക്കെ, ദിസ് ഈസ് √2. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ വ്യക്തമാണ്. എന്താണ്, പോളറൈസേഷൻ സംഭവിക്കുമ്പോഴുള്ള റിലേഷനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടാവുമല്ലോ. എന്താണ്, ഇതാണ് ഒരു ഇൻ്റർഫേസ്, ഒരു ലൈറ്റ് വേവ് വന്ന് വീഴുന്നു. ഞാൻ റേ ആയിട്ട് തന്നെ കാണിക്കുകയാണ്. ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഇത് വന്ന് വീഴുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ പി ആവുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താവും, തീറ്റ പി തന്നെ ആയിരിക്കും, നിങ്ങൾക്കറിയാം. മാത്രമല്ല ഈ റേ മുഴുവനായിട്ട് എന്തായിരിക്കും, കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയിരിക്കും. ഇനി ഇത് ഉള്ളിലേക്ക് വരുമ്പോൾ റിഫ്രാക്റ്റഡ് ആവും, നിങ്ങൾക്കറിയാം. ഇതാണ് R. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു റിലേഷൻ എഴുതിയിരുന്നു. എന്താ റിലേഷൻ എഴുതിയത്, തീറ്റ പി പ്ലസ് 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് കറക്റ്റ്. ഓക്കെ, ഇപ്പോൾ ആംഗിളുടെ എല്ലാ സമ്മ് 180 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം എന്താണ്, R എന്ന് പറയുന്നത് 90 മൈനസ് എന്തായാലും 90 ഡിഗ്രി മൈനസ് തീറ്റ പി ആയിരിക്കും. അപ്പോൾ നമുക്കതല്ലേ വേണ്ടു. ഓക്കെ, സോ വാട്ട് ബി ദ ആൻസർ, 90 മൈനസ് ഇവിടെ തീറ്റ പി. ബ്രൂസ്റ്റർ ആംഗിൾ തന്നിരിക്കുന്നത് 54.74 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് ഡു ദാറ്റ് വൺ. നമുക്ക് വേണ്ടത് ലൈക്ക് ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. സി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? യെസ്. സോ വി ക്യാൻ ഡു ദാറ്റ്. ടാൻ ഓഫ് തീറ്റ പി, ടാൻ തീറ്റ പി വേറെ ബന്ധമുണ്ട്. ടാൻ തീറ്റ പി ഈക്വൽ ടു എൻ ആണ്. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ടാൻ തീറ്റ പി ഈക്വൽ ടു എൻ ആണ്. സോ എൻ ഈക്വൽ ടു എന്താ കിട്ടുക നമുക്ക്, ടാൻ ഓഫ് തീറ്റ പി തന്നെ ടാൻ ഓഫ് √2 ആണ്. സോ എൻ ഈക്വൽ ടു √2. സോ ലെറ്റ്സ് ഡു ദാറ്റ് വേ ഓൾസോ. എൻ ഈക്വൽ ടു √2. ദെൻ സൈൻ ഐ ബൈ, അങ്ങനെ വേണം ചെയ്യാം നമുക്ക്. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു, രണ്ട് ഇതുകൊണ്ട് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു കിട്ടുന്നത് എന്താണ്, ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഇറ്റ്സ് ഈക്വൽ ടു എൻ അല്ലേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √2. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ,
അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റാണ്ട് വരുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കേണ്ടത്, ഞാൻ ആദ്യം ഓർത്ത് ഈ മെത്തേഡിലേക്ക് പോകാം. ഈ മെത്തേഡ് ഉപയോഗിക്കേണ്ട എപ്പോഴാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പോളറൈസിങ് ആംഗിൾ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി എന്നാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു മെത്തേഡിലേക്ക് പോവുകയാണ്. സോ sin i by sin r equal to √2 എന്ന് കിട്ടും. I 45 ആണ് തന്നിട്ടുണ്ട്. therefore എന്ത് നമുക്ക് കിട്ടുക? sin r equal to sin i ഡിവൈഡഡ് ബൈ √2 നമുക്ക് എഴുതാൻ പറ്റും. sin i എന്ന് പറഞ്ഞാൽ 45 ആണ്. അപ്പോൾ sin 45 ഡിവൈഡഡ് ബൈ √2 എന്ന് എഴുതാം. അപ്പോൾ sin 45 1/√2 ആണ് എഴുതാം. അപ്പോൾ 1/√2 ഇൻറ്റു താഴെ ഓൾറെഡി √2 ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ 1/2 ആണ് അല്ലേ? വളരെ എളുപ്പമാണല്ലോ. sin r ഈക്വൽ ടു 1/2 ആണെങ്കിൽ r sin ഇൻവേഴ്സ് ഓഫ് 1/2 ആണ്. സോ യുവർ ആൻസർ ഹിയർ വിൽ ബി r ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, സോ r നിങ്ങൾക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫൈൻ, ഗുഡ്. സോ ദെൻ നെക്സ്റ്റ് വൺ, 15th one. Critical angle for a certain medium is sin inverse 3/5. But C equal to sin inverse 3/5 ആണ് തന്നിരിക്കുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ നമുക്കറിയാം ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട ആംഗിളാണ്. അങ്ങനെയെങ്കിൽ പോളറൈസിങ് ആംഗിൾ ഓഫ് ദ മീഡിയം എന്താണെന്ന് ചോദിക്കുന്നത്. സോ വാട്ട് ഇസ് തീറ്റ പി? നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. വാട്ട് ഇസ് തീറ്റ പി എങ്ങനെയാണ്? സോ ദ റിലേഷൻ ഈസ് ദാറ്റ് ടാൻ തീറ്റ പി അല്ലേ, ബ്രൂസ്റ്റർ ലോ, tan theta p or theta b that is equal to n which is equal to 1/sin c എന്നാണ് നമ്മൾ പഠിച്ചത്. 1/sin c. അപ്പോൾ നമ്മൾ c തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ sin c കണ്ടുപിടിച്ചൂടെ? അപ്പോൾ c ഈക്വൽ ടു ഇതാണെങ്കിൽ sin c എന്തായിരിക്കും? therefore sin c is equal to 3/5 എന്ന് കിട്ടും. sin c is equal to 3 yes sin c equal to 3/5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ that is equal to tan theta b തീറ്റ പി ഈക്വൽ ടു എന്താണ്? 1/sin c 1/3/5 എന്നായി മാറും. 1/3/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/3 ആണ് അല്ലേ? സോ ടാൻ തീറ്റ പി ഈക്വൽ ടു 5/3 ആണെങ്കിൽ തീറ്റ പി എന്തായിരിക്കും? ഉത്തരം കൊടുത്തിട്ട് ടാൻ ഇൻവേഴ്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 5/3. സോ ഐ തിങ്ക് ദ ആൻസർ ഈസ് ഹിയർ. ദാറ്റ് ഈസ് ബി. കറക്റ്റ്. So then, next go to question number 16. Which of the following phenomena is not common to sound and light waves? ഞാൻ മുമ്പ് ഡിസ്കഷൻ പറഞ്ഞിരുന്നു. സൗണ്ടും ലൈറ്റും വേവ് നേച്ചർ ഉള്ളവയാണ്. ഇവർ രണ്ടുപേരും വേവുകൾ കാണിക്കുന്ന ഇൻ്റർഫിയറൻസ്, അതുപോലെ ഡിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇതൊക്കെ സൗണ്ടും ലൈറ്റും കാണിക്കും. പക്ഷേ സൗണ്ടിന് കാണിക്കാൻ പറ്റാത്ത ഒരേ ഒരു ഫിനോമിന എന്ന് പറയുന്നത് പോളറൈസേഷൻ ആണ് അല്ലേ? പോളറൈസേഷൻ എന്തുകൊണ്ടാണ് സൗണ്ടിന് കാണിക്കാൻ പറ്റാത്തത്? പോളറൈസേഷൻ ഈസ് എ ഫിനോമിന ദാറ്റ് ഈസ് യുണീക്ക് ടു ട്രാൻസ്വേഴ്സ് വേവ്സ് ലൈക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓർ ലൈറ്റ്. അപ്പോൾ സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡനൽ വേവ്. സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡനൽ വേവ് ആണ് എന്നുള്ള കാര്യം മെമ്മറി വെക്കുക. ഓക്കെ, സോ ഓൺലി ട്രാൻസ്വേഴ്സ് വേവ്സ് ക്യാൻ ഷോ പോളറൈസേഷൻ. ദാറ്റ് ഇസ് എ ഫിനോമിന. സോ ഡയറക്റ്റ് ക്വസ്റ്റ് ആണ്, കോൺസെപ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ് ആണ്. 70. 2 നിക്കോൾസ് എന്ന് പറഞ്ഞാൽ നിക്കോൾ പ്രിസം എന്ന് പറയുന്ന പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോളറൈസറിന്റെ പേരാണ് നിക്കോൾ. നിക്കോൾ പ്രിസം നിങ്ങൾ ഒരു പഠിച്ചിട്ടുണ്ടാവും. പോളറൈസർ എന്ന് ഓർത്താൽ മതി. നിക്കോൾ പ്രിസം അഥവാ പോളറൈസർ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് നിക്കോൾ. ആർ ഓറിയന്റഡ് വിത്ത് ദെയർ പ്രിൻസിപ്പൽ പ്ലെയിൻസ് മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രി. അതായത് നിങ്ങൾക്ക് ഓർക്കേണ്ടത്, ഞാൻ നേരത്തെ ടോപ്പിക്കിൽ പറഞ്ഞിരുന്നു, മാലസ് ലോയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതാണ് ഫസ്റ്റ് നിക്കോൾ. അതിന് നമ്മൾ പോളറൈസർ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ നിക്കോൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ പോളറൈസർ ഒന്ന് ചെരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ചെരിച്ചു വെക്കുക ഇതിൻ്റെ രണ്ടിൻ്റെയും പ്ലെയിൻസ് ആണ് പറയുന്നത്. ഇത് അനലൈസർ എന്ന് വിളിക്കുക. ഇവരുടെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ, ഇതാണ് ആംഗിൾ തീറ്റ, അതാണ് 60 ഡിഗ്രി. ഈ ആംഗിളാണ് മാലസ് ലോയിൽ വരുന്നത് അറിയാം. ദ പെർസെൻറ്റേജ് ഓഫ് ഇൻസിഡൻറ്റ് അൺപോളറൈസ്ഡ് ലൈറ്റ്, ഇവിടെയാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് വീഴുക. ഓക്കെ, ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വിച്ച് പാസസ് ത്രൂ ദ സിസ്റ്റം. അപ്പോൾ ഇവിടെ വരുന്ന ഇൻറ്റൻസിറ്റിയുമായിട്ട് ഈ ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റിയുടെ ബന്ധം എന്താണെന്ന ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ സാധാരണ മാലസ് ലോ അപ്ലൈ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ഇവിടെ ഉള്ളതിനെ 2I0 എന്നെടുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 2I0 ഇവിടെയുള്ളത് ഈ ഫസ്റ്റ് പോളറൈസിലൂടെ കടന്നു വരുമ്പോൾ എപ്പോഴും അതിൻ്റെ പകുതിയായിട്ട് മാറുമെന്ന് ഓർത്തോളാം. അപ്പോൾ ഇവിടെ I0 വരും. ഇവിടെയുള്ള ഐയുടെ ഇക്വേഷനാണ് I ഈക്വൽ ടു മാലസ് ലോ തരുന്നത് I0 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. അവിടുത്തെ തീറ്റയാണ് 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. I ഈക്വൽ ടു I0 ഇൻറ്റു കോസ് സ്ക്വയർ 60 എന്ന് കൊടുക്കുക. കോസ് 60 എന്ന് പറഞ്ഞാൽ sin 30 ആണ്, 1/2 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? I0/4 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി ഇൻറ്റൻസിറ്റി I ഈക്വൽ ടു I0/4 ആണ്. ഇത് I0/4 എന്ന് പറയുന്നത് I0 ഇവിടെ ഉള്ളതാണ്. ചോദ്യം എന്താണ്? ഈ ഇൻസിഡൻറ്റ് ലൈറ്റായ 2I0യുടെ എത്ര ഭാഗം പുറത്തു വരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ I0/4 എന്ന് പറഞ്ഞാൽ എന്താണിത്? നത്തിങ് ബട്ട് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ 2I0/8 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ 2I0 ആണ് ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റി.
ഇൻസിഡൻറ്റ് അൺപോളറൈസ്. ദിസ് ഈസ് ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റിയുടെ എത്ര ഭാഗമാണ് പുറത്തേക്ക് വന്നതെന്ന് വെച്ചാൽ എന്താണ്? അത് 1/8 ഭാഗമല്ലേ? 1/8 എന്ന് പറഞ്ഞാൽ എത്ര